നമുക്ക് ചെയ്യണ്ടെന്ന് വിചാരിച്ചൊരു വീഡിയോ ആണ്. ഈ സമയം കൊണ്ട് നമുക്ക് വന്ന നെഗറ്റീവ് കമന്റ്സ് ചെറിയ തോതിലുള്ളതൊന്നും അല്ല. ഇതൊക്കെ നിങ്ങളുടെ ആ ഒരു ക്യാരക്ടറാണ് നിങ്ങൾ ആ നെഗറ്റീവ് കമന്റിലൂടെ കാണിക്കുന്നത്. ഇതൊന്നും ഞങ്ങളുമായിട്ട് നാടുകളുടെ ഫാമിലി എന്നാണ് ആദ്യത്തെ ഗർഭിണി വയറ് താങ്ങി പിടിച്ച് എന്തിനാണ് നടക്കുന്നത്. ഇനിയും ഒരു വരും, ഇനിയും വരണം, ഞങ്ങളുടെ വീഡിയോസ് ഇനിയും കാണണം. ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ബാക്ക്. നമ്മുടെ അടുത്ത വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മൾ ഇന്ന് വന്നേക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം നമുക്ക് വന്ന കമന്റുകളെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ധാരാളം പേര് കണ്ടു കേട്ടോ. ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങളുടെ കാര്യങ്ങൾ അറിയേണ്ടവർക്കും ആ വീഡിയോ യൂസ്ഫുൾ ആയി ധാരാളം പേര് ചോദിക്കുന്നുണ്ടായിരുന്നു നമുക്കുട്ടിക്ക് എന്ത് പറ്റിയതാണെന്ന്. അപ്പോൾ അതിനൊക്കെ നിങ്ങൾക്ക് കുറെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ആ വീഡിയോക്കകത്ത് ഉണ്ട് എന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. ഞങ്ങളെ കുറിച്ച് അറിയേണ്ട കാര്യങ്ങളൊക്കെ ഇല്ലാത്തതുകൊണ്ട് ചോദിക്കുക എന്താ അറിയേണ്ടത് നമ്മൾ അടുത്ത വീഡിയോ ഇല്ല. നമ്മൾ ആ വീഡിയോക്കകത്തും കമന്റ് അല്ല, ആ വീഡിയോക്കകത്തല്ല, വേറെ അത് കഴിഞ്ഞിട്ട് വേറെ പല വീഡിയോക്കും കമന്റ് ഉണ്ടായിരുന്നു എന്ത് പറ്റിയതാന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോസൊക്കെ മാക്സിമം ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഈ വീഡിയോ എടുക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വന്ന നെഗറ്റീവ് കമന്റുകളെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാനായിട്ടാണ് കേട്ടോ. നമുക്ക് നമ്മൾ വീഡിയോ എടുത്ത് വന്നപ്പോഴത്തേക്ക് നമ്മൾ ഈ കമന്റുകളെല്ലാം എടുത്ത് വെച്ചിട്ടാണ് വീഡിയോ എടുത്ത്. അപ്പോൾ കമന്റുകൾ വായിച്ചിട്ട് നമുക്ക് സത്യം പറഞ്ഞാൽ ആ ദേഷ്യം നമുക്ക് ആ വീഡിയോക്കകത്ത് കാണാൻ പറ്റിയത്. അപ്പോൾ ആ വീഡിയോ അത്രക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ട് തോന്നിയില്ല. കാരണം ഞങ്ങൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. കാരണം നമ്മൾ അവരെ പോലെയല്ല, നമ്മളൊരിക്കലും ആ ഒരു നെഗറ്റിവിറ്റി നമ്മളിലോട്ട് അബ്സർവ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു ഇതുണ്ട് നമുക്ക്. 3 വർഷമായിട്ടുണ്ടാവും അല്ലേ? അതെ, 3 വർഷമായിട്ടുണ്ടാവും. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കൂടുതലും ചെയ്യാൻ തുടങ്ങിയത്. അപ്പം ഈ സമയം കൊണ്ട് നമുക്ക് വന്ന നെഗറ്റീവ് കമന്റ്സ് ചെറിയ തോതിലുള്ളതൊന്നും അല്ല. ആ സമയത്ത് നമ്മൾ ഇതിനെ കുറിച്ച് അങ്ങനെ ഒരുപാട് ഇങ്ങനെ ചിന്തിക്കാനോ ബോധടിയാനോ പോയിട്ടില്ല. പിന്നെ ഇപ്പൊ നമുക്കത് ചെയ്യണം തോന്നിയത് കാരണം അത് പറയണമെന്ന് തോന്നി. കാരണം ഞങ്ങൾക്ക് പലപ്പോഴായിട്ട് ഞങ്ങൾക്ക് ഹേർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെ കമന്റുകൾ ഇടുന്നവരോട് ഞങ്ങൾ ആ വീഡിയോ ഡിസ്കാർഡ് ചെയ്യാൻ കാരണം ഇങ്ങനെ കമന്റുകൾ ഇടുന്നവരോട് ഒരു സന്തോഷം സന്ദേശം കൊടുക്കാനായിട്ടാണ് കേട്ടോ. വേറെ ഒന്നുമല്ല. ഈ നെഗറ്റീവ് കമന്റുകൾ ഇടുന്നവരൊക്കെയും നിങ്ങൾ അറിയാൻ വേണ്ടി പറയുവാണ്, ഇതൊന്നും ഞങ്ങളെ സംബന്ധിച്ച കാര്യമില്ല. ഇതൊക്കെ നിങ്ങളുടെ ആ ഒരു ക്യാരക്ടറാണ് നിങ്ങൾ ആ നെഗറ്റീവ് കമന്റിലൂടെ കാണിക്കുന്നത്. ഇതൊക്കെ നിങ്ങളുടെ കാര്യങ്ങളാണ്. ഇതൊന്നും ഞങ്ങളുമായിട്ട് നാടുകളുടെ ഫാമിലി എന്നാണ് ആദ്യത്തെ ഗർഭിണി വയറ് താങ്ങി പിടിച്ച് എന്തിനാണ് നടക്കുന്നത്. എല്ലാം നമുക്ക് തന്നെ കമന്റുകളില് അല്ല, നമുക്ക് തന്നെ കമന്റുകൾ നോക്കിയാൽ അറിയാം. ഫുള്ള് പെണ്ണുങ്ങളാണ് നമുക്കുള്ള കമന്റുകൾ ഇടുന്നത്. പോലെ അവർക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടുള്ള ഫ്രസ്ട്രേഷൻ ആണോ കാര്യങ്ങളാണോ നമുക്കറിയില്ല. എന്താണെങ്കിലും നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങൾ വീടിന് നിർത്താൻ പോകുന്നില്ല. പിന്നെ നിങ്ങൾ ഗർഭിണികളായിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങളും ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ചെയ്യും. കാരണം നമ്മുടെ വീഡിയോ ഒക്കെ അത് നമ്മൾ വളകരായിട്ടുള്ള കാര്യങ്ങളോ ആരെ കളിയാക്കുകയോ പിന്നെ ആരെയും കുറ്റം പറയുന്നതോ ഒന്നും ഇടുന്നില്ല. ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങൾ എടുത്തിടുന്നു. അത് കുറച്ചു പേർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് കുറച്ച് പേർക്കല്ല, നമ്മുടെ ഓൾമോസ്റ്റ് ഫാമിലിക്ക് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടുന്നതാണ്. യൂട്യൂബ് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നത്. പിന്നെ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോസ് ഞങ്ങളുടെ തന്നെ ജീവിതത്തിലെ കുറച്ച് കാര്യങ്ങൾ എന്തെങ്കിലും ആകുമ്പം അങ്ങനെ എന്തെങ്കിലും ഫണ്ണായിട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാണുമ്പോഴത്തേക്കും അതിനെ നമ്മൾ വേറെ ഇതാക്കി നമ്മുടെ രീതിയിൽ ചെയ്യുന്നതോ ആയിട്ടാണ് ചെയ്യുന്നത്. നമ്മുടെ ഫാമിലി തന്നെ ആരെയോ കളിയാക്കാനോ ബോഡി ഷെയ്മിങ്ങോ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. നമ്മൾ എന്ത് ചെയ്താലും അത് ഫണ്ണായിട്ടാണ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഈ നെഗറ്റീവ് കമന്റുകൾ കൊണ്ടുള്ള ആക്രമണമാണ്. പിന്നെ അതുപോലെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഗർഭം ആദ്യത്തെ ഗർഭം ഞങ്ങൾക്ക് വില മതിക്കാനാകാത്ത ഒന്ന് തന്നെയാണ്. ഞങ്ങള് കാത്തിരുന്ന് കിട്ടിയ ഒരു സംഭവം. ഞങ്ങൾക്കത് അത്രക്ക് വലിയൊരു സംഭവമാണ്. മാത്രല്ല എന്റെ വീട്ടിലാണെങ്കിലും അപ്പുന്റെ വീട്ടിലാണെങ്കിലും എല്ലാവർക്കും ആദ്യത്തെ കുഞ്ഞ് ജനിക്കാൻ പോകുന്ന എല്ലാവർക്കും അങ്ങനെയാണെന്നാണ് ഞങ്ങള് വിശ്വസിക്കുന്നത്. ആർക്കെങ്കിലും അല്ലെങ്കിലും ഞങ്ങൾക്ക് അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങള് കുഞ്ഞുപോലെ നോക്കുക തന്നെ ചെയ്യും. അതെ, എല്ലാവിധ സന്തോഷത്തോടു കൂടി തന്നെ ഞങ്ങൾ പോവുകയും ചെയ്യും. അത് ഈ നെഗറ്റീവ് കമന്റുകൾ ഇട്ടവര് ഒന്ന് അറിയുക. കാരണം ഇത് പറയാൻ കാരണം നമ്മുടെ ഒരു വീഡിയോയ്ക്ക് ഒരു ഡോറ ബുജി ക്യൂട്ട് ഫാമിലി ആ ചേച്ചിക്കും ഡിസേബിലിറ്റി ഉള്ളൊരു ചേച്ചിയാണ്. അവരും അവരുടെ പരിമിതികളിൽ നിന്നാണ് വീഡിയോസ് ചെയ്യുന്നതും ആ കൊച്ചിനെ ഇപ്പൊ പ്രസവിച്ച് നോക്കുന്നതും ഒക്കെ. ആ കൊച്ചിനെ വരെ ആക്രമിക്കുന്ന ആൾക്കാർ. അത് എന്ത് അടിസ്ഥാനത്തിലാണ്? കാരണം ആ ഒരു ന്യൂബോൺ ബേബിക്ക് ആരോട് വൈരാഗി നിനക്കൊക്കെ എന്തിന്റെ. അപ്പൊ അതാണ് നമ്മുടെ വീഡിയോ കണ്ടിട്ട് അവർ പറഞ്ഞാണ് അമ്മൂസ് വിഷമിക്കണ്ട, എന്റെ വീഡിയോയ്ക്ക് ഇതേപോലെയാണ് കമന്റ് എന്നാണ് ആ ചേച്ചി പറഞ്ഞത്.
അപ്പോൾ നമ്മൾ നേരിട്ട് അറിയാവുന്നവരോ അല്ല അവർ. അപ്പോൾ അവർക്കുള്ള ഒരു ഇതും കൂടെ, അവരുടെ ഒരു എക്സ്പീരിയൻസും കൂടെ അവർ നമ്മുടെ വീഡിയോൻ്റെ താഴെ കമൻ്റായിട്ട് പറഞ്ഞതാണ്. കാരണം അത് അവർക്ക് അവരുടെ ഇതുമായിട്ട് ഒരു റിസംബ്ലൻസ് തോന്നി. അവർക്കും സപ്പോർട്ട് ചെയ്യാൻ ആൾ കൂടെ ഉള്ളത് കൊണ്ടാണ്. എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണമെന്നില്ല. ഇപ്പം എനിക്ക് എൻ്റെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഹസ്ബൻഡ് ഉണ്ട്, എൻ്റെ അച്ഛൻ, അമ്മ, അനിയൻ. പലപ്പോഴും നെഗറ്റീവ് കമന്റുകൾ പറയുമ്പോൾ ഇവരെ സങ്കടത്തോടെ പറയും. അപ്പൊ ഞാൻ പറയും അങ്ങനെ നോക്കണ്ട, സാരമില്ല. അപ്പൊ ഇവരങ്ങനെ പറയുമ്പോൾ നമ്മൾ ഓക്കെയാണ്. അപ്പൊ അതുപോലെ ആ ചേച്ചിക്കും ഹസ്ബൻഡ് ഉള്ളത് കൊണ്ടായിരിക്കും അവർ ഇത്രയും തരണം ചെയ്ത് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ പോലുള്ളവരല്ല അകത്തിരിക്കേണ്ടത്, നിങ്ങളെ പോലുള്ളവർ വേണം അകത്ത്. ക്രിമി കീടങ്ങളാണ് അകത്തിരിക്കേണ്ടത്. മേലെ ഇനി ഇതുമായിട്ട് ആദ്യം വീഡിയോയുടെ അടിയിൽ പോയി പോകരുത്. അപ്പോ സപ്പോർട്ട് ചെയ്തില്ലേലും കുഴപ്പമില്ല, ഉപദ്രവിക്കാതിരുന്നത് അതാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മൾ നെഗറ്റീവ് കമന്റുകളെല്ലാം കൂടി എടുത്തിട്ട് ഒരു വലിയൊരു വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചായിരുന്നു. പിന്നെ എന്തിനാണ് ഈ നെഗറ്റിവിറ്റി എല്ലാവരോട്ടും സ്പ്രെഡ് ചെയ്യുന്നത്? അപ്പൊ അതിന്റെ നിങ്ങളെയും കൂടി നെഗറ്റീവ് അടിപ്പിക്കണ്ട. കാരണം എല്ലാവർക്കും കൂടി ഇങ്ങനെ മതി എന്ന് ഞങ്ങൾ തന്നെ വിചാരിച്ചു. എല്ലാവരും നെഗറ്റീവ് അടിപ്പിക്കണ്ടല്ലോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇത്രയും പറയണമെന്ന് തോന്നി. കാരണം അവർക്കുള്ളൊരു മറുപടി നമ്മൾ കൊടുക്കണമല്ലോ. അല്ലെങ്കിൽ അത് നമുക്ക് നമ്മുടെ ആ ഉള്ളിലെ വിഷമത്തിന് ഒന്നും ആകത്തില്ല. ഇനിയും അവർ വരും, ഇനിയും വരണം. ഞങ്ങളുടെ വീഡിയോസ് ഇനിയും കാണണം, നിങ്ങൾ ഇനിയും കമന്റ് ഇടണം. ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് അല്ലേ. അപ്പോൾ ധാരാളം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളോട് ധാരാളം സ്നേഹമുള്ളവരുണ്ട്. അവരെല്ലാവരും ഈ സമയത്ത് നമ്മൾ ഓർക്കുന്നു. നമ്മുടെ വീഡിയോസ് ഇനിയും കാണുമെന്ന് നമ്മൾ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ ഇത്രയും പറയാനായിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെയും വരും. അമ്മുക്കുട്ടി ബാഗ് പാക്ക് ചെയ്യുന്നൊരു വീഡിയോ ഉണ്ട്. നമ്മള് ഞങ്ങള് ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എപ്പോഴായിരിക്കും ഇവൻ ചാടി പുറത്ത് വന്നത് പറയാൻ പറ്റൂല്ലോ. കാരണം ഞങ്ങളെല്ലാം പ്രിപ്പയർഡ് ആണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ള ഗൈസ്. അപ്പോൾ കീപ് സപ്പോർട്ടിങ് us. ഓക്കെ, ബൈ, ടാറ്റാ.